നമസ്കാരം. ഞാൻ അഴകികാവ് ക്ഷേത്രം സെക്രട്ടറി. കൊട്ടാരപ്പറ എന്ന് പറയുന്നത് ഇവിടെ താലപ്പൊലി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറ കൊടുക്കാറില്ല. മകരമാസം 1-ാം തീയതി താലപ്പൊലി തുടങ്ങുകയും ഇവിടുത്തെ ചടങ്ങുകൾ എന്ന് പറയുന്നത് മകരം 1 മുതൽ 23 ദിവസമാണ്. അതിൽ പറ കൊടുക്കുന്നത് ആദ്യം കൊട്ടാരത്തിലെ അറയ്ക്കുള്ളിലെ ഭഗവതിയെ സാക്ഷ്യപ്പെടുത്തി ഇതുള്ള ചടങ്ങുകളാണ്. ആദ്യം പറ വഴിപാടായിട്ട് കൊടുക്കുന്നത് ആദ്യം ദേവസ്വം ഓഫീസറാണ്. അപ്പോൾ താലപ്പൊലി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറ കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുന്നത് കൊട്ടാരത്തിൽ ഭഗവതിക്ക് സമർപ്പിച്ചിട്ട് അതിനുശേഷം സഹോദരിസ്ഥാനികളായ പിതൃസ്ഥാനീയനുമായ രാമേശ്വരത്തപ്പനും പഴയന്നൂർ ഭഗവതിക്കും പള്ളിയറക്കാവ് ഭഗവതിക്കുമാണ്. ആദ്യം പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് പറ കൊടുത്തു. അതിനുശേഷം പള്ളിയറക്കാവിൽ പോയി പറയെടുത്തതിന് ശേഷം രാമേശ്വരത്തപ്പൻ്റെ അവിടെ പോയി ഇറക്കിപ്പൂജയും ഒരുമിച്ചുള്ള നേദ്യവും കഴിഞ്ഞ് അതിനുശേഷം അവിടെ പറ വഴിപാട് നടന്ന് അതിനുശേഷമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ക്ഷേത്രത്തിലേക്ക് വന്നതിന് ശേഷം അന്ന് നടക്കൽ ഭക്തജനങ്ങൾക്ക് പറ കൊടുക്കുവാൻ സാധിക്കില്ല. പിറ്റേ ദിവസം രാവിലെ മുതൽ എല്ലാ ഭക്തജനങ്ങൾക്കും നടപ്പന്തലിൽ പറ കൊടുക്കാവുന്നതാണ്. വൈകിട്ട് എഴുന്നള്ളിപ്പുണ്ട്. ആനപ്പുറത്ത് ഭഗവതി എഴുന്നള്ളി നിൽക്കുമ്പോൾ ആ സമയത്തും പറ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ചടങ്ങുകളിലൊന്നാണ് പറ വഴിപാട്. ഏറെ ശക്തിവത്തായ ഒരു വഴിപാടാണ്. പല വ്യക്തികളുടെയും വിവാഹാദി വിഷയങ്ങൾ നടക്കാതിരുന്നതൊക്കെ നടക്കുന്നത് മഞ്ഞൾപ്പറ സമർപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ സന്താന ലഭ്യതയ്ക്ക് വേണ്ടി ഇവിടെ ശർക്കര കൊണ്ട് പറ കൊടുക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കാര്യസാധ്യങ്ങൾ പറ വഴിപാടിലൂടെ സാധിക്കുന്നു എന്ന് ഭക്തജനങ്ങളിൽ നിന്ന് നമുക്കറിവ് കിട്ടാറുണ്ട്. അപ്പോൾ ഏറെ ശ്രേഷ്ഠമാണ്. നാനാ ദിക്കുകളിൽ നിന്നും ഇവിടെ നിന്ന് താമസിച്ചിരുന്ന് പുറത്തു പോയവരും ഇവിടെ നിന്ന് മാറി താമസിക്കുന്നവരും ഇവിടെ ബന്ധവുമായിട്ട് ഇവിടെ ജനിച്ചു വളർന്നവരും എല്ലാ വ്യക്തികളും ഭഗവതിക്ക് പറ വഴിപാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ളതാണ്. അതിന് എല്ലാവരും എത്തുന്നതാണ്. ഊർത്താലപ്പൊലി ദിവസം ഏറെ ജനങ്ങൾ അത് ഐമ്പറ മുതൽ നെൽപ്പറ, മലർപ്പറ, അങ്ങനെ പല രീതിയിലുള്ള പറ വഴിപാടുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഏറനാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പറ വഴിപാടിന് പോകും. അവിടെ പറ വഴിപാട് കഴിഞ്ഞ് അവിടെ നിന്നും കോതകുളങ്ങര ശാസ്താക്ഷേത്രത്തിൽ പോയി ഇതുപോലെ തന്നെ ഒരുമിച്ചുള്ള നേദ്യവും പറയും സമർപ്പണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിലും പറയെടുത്ത് അതിനുശേഷം ചരിത്രപ്രസിദ്ധമായ പോലീസ് സ്റ്റേഷൻ പറ നടക്കുന്നത്. അത് 3-ാം തീയതിയാണ് ഈ പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ പറ. പോലീസ് സ്റ്റേഷൻ പറയിൽ പോലീസ് അധികാരികൾ, ഈ എറണാകുളം ജില്ലയിലെ എല്ലാ പോലീസ് അധികാരികളും ഈ പളുരുത്തി ക്ഷേത്രസന്നിധിയിലും പോലീസ് സ്റ്റേഷൻ പരിസരത്തും വന്ന് 13 പറയാണ് അവർ സമർപ്പിക്കുന്നത്. 13 ധാന്യങ്ങൾ. ഇവിടെ നമ്മൾ 5 ധാന്യങ്ങളാണെങ്കിൽ അവർ 13 പറ വെച്ചുകൊണ്ടാണ് പറ നടക്കുന്നത്. എല്ലാവിധ ധാന്യങ്ങളും ഉണ്ടാകും. നവധാന്യം മുതൽ അവർക്ക് ഓരോരുത്തർക്ക് ശക്തിവത്തായ രീതിയിലുള്ള പറ വഴിപാടുകൾ നൽകാറുണ്ട്. ഇതാണ് നമ്മളുടെ പറയുടെ ഏറ്റവും സവിശേഷമായ കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.